Hi, I am Anju Antony. With the support of Third Wave Overseas Education, I got admission to the University of Vasa for a Master's in Finance, along with a scholarship of €6,000. എൻ്റെ പേര് അഞ്ജു ആൻ്റണി. ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഞാൻ 2-3 ദിവസം കഴിഞ്ഞാൽ ഫിൻലൻഡിലേക്ക് ഫ്ലൈ ചെയ്യാൻ പോവാണ്. പ്രീവിയസ്ലി ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുമായിരുന്നു. അക്കൗണ്ടൻ്റ് ആയിട്ട് 3 years വർക്ക് ചെയ്യുമായിരുന്നു. ഞാൻ അവിടുത്തെ ജോബൊക്കെ റിസൈൻ ഇട്ട് സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യാന്ന് പറഞ്ഞാൽ മെയിനായിട്ട് എനിക്കൊരു യൂറോപ്യൻ കൺട്രി അവിടെ പോയി പഠിക്കണം എന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ നമ്മുടെ മെയിൻ കൺസേൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലിനെയും കൂടെ കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ റിസർച്ചൊക്കെ നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഫിൻലൻഡ് നല്ലൊരു ഇതാണ്, ഫാമിലി ആയിട്ട് ഒന്നിച്ച് പോകാൻ ഫിൻലൻഡ് നല്ലൊരു ഓപ്ഷനാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഫിൻലൻഡ് തന്നെ നമ്മൾ മൈൻഡിൽ ചൂസ് ചെയ്തു. പിന്നെ ഏജൻസിനെ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു അടുത്ത ടാസ്ക്. ഫസ്റ്റ് നമ്മളൊരു ഏജൻസിയെ മീറ്റ് ചെയ്തു. നമ്മൾ അവർ ത്രൂ ആപ്ലിക്കേഷൻ ഇട്ടു. ബട്ട് എനിക്ക് ഭയങ്കര പേഴ്സണലി അത് ആലോചിക്കുമ്പോൾ തന്നെ ഒരുപാട് ഞാൻ സ്ട്രഗിൾ ചെയ്തത്. കാരണം അവരുടെ പ്രൊസീജിയറെല്ലാം ഭയങ്കര ലാഗായിരുന്നു. ജാനുവരിയിൽ അപ്ലൈ ചെയ്തത് ഒരു 6-7 months യാതൊരു അപ്ഡേറ്റ്സും ഇല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അഡ്മിഷൻ കിട്ടി, ഓഫർ ലെറ്റർ കിട്ടിയതിന് ശേഷം ഇവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ എനിക്ക് 2 lakh rupees ആണ് അവർ നമ്മളോട് സർവീസ് ചാർജസ് ചോദിച്ചത്. അപ്പോഴും ഓക്കെ, IELTS വേണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ 2 lakhs എങ്കിൽ 2 lakhs നമുക്കത് കൊടുക്കാം എന്നോർത്ത് നമ്മൾ മുന്നോട്ട് പോയി. പക്ഷെ ഒരു രീതിയിലും ബയോമെട്രിക്സ് എവിടെയാണ്, അതിൻ്റെ ഡോക്യുമെന്റ്സ് എന്താണ്, ഒന്നിനെയും പറ്റി യാതൊരു ഇതും തരാതെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. കാരണം ഓഗസ്റ്റിലെ ക്ലാസ് തുടങ്ങുന്ന സ്ഥാനത്ത് ജൂലൈയിലും ഇവർ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഒരു പോക്ക് ഉണ്ടാവില്ല. ഞാൻ പോയിട്ട് വേണമല്ലോ എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ടുപോകാനായിട്ട്. അപ്പം ഒരു 3-4 months ഗ്യാപ്പ് ഉണ്ടാവും ഹസ്ബൻഡ് വരുമ്പോൾ. അപ്പം നമ്മൾ തന്നെ പോകുമ്പോൾ ഇതുപോലെ ലാഗ് എന്ന് പറയുമ്പോൾ എനിക്കിനി പോകാൻ പറ്റുമോ? ഈ ഒരു വർഷം നമ്മൾ ജോബും ഇല്ല, സ്റ്റഡീസും ഇല്ല, ഒരുപാട് ശരിക്കും പറഞ്ഞാൽ സ്ട്രഗിൾ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഏജൻസിയുടെ ഒരു അബദ്ധത്തിൽ നമുക്കൊരു പ്രീ ഡിപ്പാർച്ചർ കോഴ്സ് ഇവിടെ എറണാകുളത്ത് വെച്ച് നടത്തുന്നത്. അങ്ങനെയാണ് നമ്മൾ അവിടെ നിൽക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ഒരു റോങ് ആയിട്ടുള്ള ഒരു ഏജൻസിനെയാണ് ചൂസ് ചെയ്തത്. ഇവർ ത്രൂ ഡയറക്റ്റ് നമുക്ക് ഫിൻലൻഡിലേക്ക് ഒരു എൻട്രി ഇല്ല. അപ്പോൾ അവിടുത്തെ സാറ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു 4-5 ഏജൻസി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ എന്തായാലും റോങ് ആയിട്ടുള്ള ഒരു വേ ആണ് പോകുന്നത്, നിങ്ങൾ മാറണം. നമുക്ക് യാതൊരു രീതിയിലുള്ള സർവീസ് ചാർജസ് ഇതിന് വരുന്നില്ല. നിങ്ങളിപ്പോൾ ഇവിടെ ക്ലാസ്സിലിരിക്കുന്ന മറ്റുള്ളവരായിട്ട് ഡിസ്കസ് ചെയ്യുക, എന്നിട്ട് റൈറ്റ് ആയിട്ടുള്ള ഒരു വേ ചൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ആ മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരോടും ഡിസ്കസ് ചെയ്തു. ആർക്കും തന്നെ വേറെ സർവീസ് ചാർജസ് ഒന്നും വരുന്നില്ല അവിടെ. അപ്പം വിസ കിട്ടിയവർ ഫുള്ളും തന്നെയും തേർഡ് വേവ് ആയിരുന്നു. അപ്പം ബാക്കി കുറേ പേരുടെ ഡിസിഷൻ വരാനുണ്ടായിരുന്നു. ചിലർ ഇതുപോലെ അന്നത്തെ പോലെ തന്നെ എൻ്റെ ഒരു ഇതിൽ വിസ അപ്ലൈ ചെയ്തു, വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ചിലർക്ക് വിസ കിട്ടി. അതിൽ വിസ കിട്ടിയവർ കൂടുതലും തേർഡ് വേവ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഓക്കെ, തേർഡ് വേവിലെ ഒരു കുട്ടിയുടെ ഇന്ന് തന്നെ നമ്പർ മേടിച്ചിട്ട് തേർഡ് വേവിനെ കോൺടാക്ട് ചെയ്തേക്കാന്ന് വെച്ച് അങ്ങനെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു നമ്മളുടെ മൊത്തത്തിൽ ഫണ്ടിങ് ഒക്കെ അങ്ങ് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു പ്രൊഫൈലാണ്, ഓക്കെ വി വിൽ വർക്ക് ഫോർ ഇറ്റ് എന്ന് പറഞ്ഞ് അവരത് എടുത്തു. ഭയങ്കര ഒരു 2-3 daysനുള്ളിൽ എൻ്റെ ബയോമെട്രിക്സിനുള്ള സ്ലോട്ട് ബുക്ക് ചെയ്തു. പിന്നെ പെട്ടെന്നായിരുന്നു എൻ്റെ ഡൽഹി പോക്ക്. വിത്തിൻ 1-2 months വിസ കിട്ടി. അങ്ങനെ ഇപ്പോൾ ഇവിടെ വിസ ഒക്കെ വന്ന് അവർക്കൊരു ട്രീറ്റൊക്കെ ആയിട്ട് ഇവിടെ വന്ന് നിൽക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരുപാട് വിഷമിച്ചു, ഇതിന് കിട്ടില്ല. അപ്പം എനിക്കിവിടെ ഒരുപാട് സന്തോഷമുണ്ട്. കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും പോകാൻ പറ്റത്തില്ലായിരുന്നു. എന്താവുമായിരുന്നു എന്ന അവസ്ഥ തന്നെ അടുത്തുള്ള ജോബ് റിസൈൻ ചെയ്ത് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് പോകാൻ പറ്റി. ഒരുപാട് ഹാപ്പിയാണ്. താങ്ക് യു സോ മച്ച് ഫോർ തേർഡ് വേവ് ഓവർസീസ് എഡ്യൂക്കേഷൻ. താങ്ക് യു.